സാറേ ലോക കണ്ടായിരുന്നു സാറേ? ലോക സിനിമ ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾ ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല ബെൻസേ. ഷാജിയേട്ടാ, നിങ്ങൾ ഇത്ര വലിയ ആളാന്ന് അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. ഇതിലത്ര ഒരു സിനിമ ചെയ്യണം ഞാനിങ്ങനെ, കാരണം പഴയ കാലത്തെ നമ്മുടെ ഹൊറർ കൺസെപ്റ്റ് മാറിയ. അത് ശരിയാ. എന്ത് ശരി? ഇതൊന്നും നടക്കണ കാര്യമല്ല. എന്റെ മനസ്സിൽ ഞാൻ കണ്ടിരുന്ന കണക്കുള്ള ഒരു സബ്ജക്റ്റാണ്. അത് ഒരെണ്ണം അടിച്ചു മാറ്റി കളഞ്ഞില്ല. ഇപ്പൊ ഞാൻ വേറെ ഉണ്ടാക്കും. എന്റെ തീട്ടപ്പറമ്പ് ഞാൻ ചിരിച്ചു പോയനെ. അങ്ങനെ പ്രേത സിനിമകളുടെ തമ്പുരാൻ വിനയൻ സാർ ലോക സിനിമ കണ്ടു പറഞ്ഞതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുന്നത്. ചിത്രം കണ്ടോ എന്ന ചോദ്യത്തിന് ഞാൻ മനസ്സിൽ വെച്ചിരുന്ന കഥയല്ലേ അടിച്ചോണ്ട് പോയത് എന്നായിരുന്നു ആദ്യം വിനയൻ തമാശ രൂപേണ പ്രതികരിച്ചത്. ലോകയുടെ വിജയത്തിൽ സന്തോഷമുണ്ട്. ലോക പോലെയുള്ള സിനിമകളുടെ കാലമാണ് ഇനി വരാൻ പോകുന്നത്. പഴയ കാലത്തൊക്കെ ഹൊറർ കൺസെപ്റ്റ് മാറി ഇങ്ങനെ ഒരെണ്ണം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികളെ വെച്ച് ചെയ്യുമ്പോൾ സൂപ്പർ സ്റ്റാറുകളുടെ പുറകെ പോവാതെ ചെയ്യാൻ പറ്റും. അതാണിപ്പോൾ അടിച്ചു മാറ്റിയത്. കല്യാണിയുടെ കാലമായിരിക്കും ഇനി കുറച്ചു കാലത്തേക്ക് എന്ന് തോന്നുന്നു എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞത്. ഒരു കാലത്ത് മലയാളികൾക്ക് ഹൊറർ സിനിമ എന്ന് കേൾക്കുമ്പോൾ വിനയനെയാണ് ആദ്യം ഓർമ്മ വരുന്നത്. എന്നാൽ കാലം മാറിയതോടെ കഥ മാറി. മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഇത്രയും കളക്ഷൻ ഉണ്ടായിട്ടില്ല. സകല റെക്കോർഡുകളും മറികടന്നു. ചാപ്റ്റർ 2 ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. ചാത്തന്മാർ ബോക്സ് ഓഫീസ് തൂക്കി അടിക്കുമെന്ന് ഉറപ്പാണ്. ചുരുങ്ങിയത് 500 കോടിയെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരുപക്ഷെ വിനയൻ പറഞ്ഞതുപോലെ ലോക അദ്ദേഹം എഴുതിയിരുന്നെങ്കിൽ എങ്ങനെയുണ്ടാകും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ.